എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ഒരു പുതിയ ആനിമയാണ്. ഇതൊരു കൊറിയൻ ആനിമയാണ്. ആനിമയുടെ പേര് ടോം റൈഡർ കിങ്. സോളോ ലെവലിംഗ് എന്ന ആനിമേൻ്റെ പോലെ എന്നാൽ ആ ലെവലിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം കുറച്ചൊക്കെ സിമിലറായ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റേത്. അപ്പോൾ ടോം റൈഡർ കിങ്ങിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 ഇന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഒരു ഡഞ്ചനാണ് കാണിക്കുന്നത്. അവിടെ ഓൾറെഡി ഒരുപാട് പേര് എന്തോ കാരണത്താൽ ഡെഡായിട്ട് ഉള്ളതുപോലെ ഒരു സോഡും പിടിച്ചെടുക്കുന്ന ഒരു പയ്യൻ, അവനാണ് നമ്മുടെ ഹീറോ സു ജൂഹ്യോൺ. അവനവിടെ ഒരു വലിയ ജയന്റ് സ്നേഹിനെ പോലുള്ള ഒരു ക്രീച്ചറിന്റെ മുന്നിലാണ് ഉള്ളത്. അതുമായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. എന്നാൽ അവന്റെ മുൻപിൽ നിൽക്കുന്നത് അവനൊക്കെ പല മടങ്ങ് സ്ട്രോങ് ആയ ഒരു ക്രീച്ചറിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അവന്റെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നതിനനുസരിച്ചാണ്. അവൻ മാക്സിമം പൊരുതിന്ന് അതിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സോഡൊക്കെ വെച്ച് അതിന്റെ പോറൽ പോലും ആക്കാൻ പറ്റുന്നില്ല. ഒരു ടൈം ചാടി വന്ന് അതേസമയം ആ സോഡിലുള്ള പവർ കൂടി ചേർത്ത് വന്നെങ്കിലും അത് മനസ്സിലാക്കിയ ക്രീച്ചർ വാലുകൊണ്ട് തന്നെ ഒറ്റയടി അതിൽ ആ സ്ഥലത്ത് നിന്ന് വീണു. പിന്നെ ടാർഗറ്റ് ചെയ്ത് വരെ അവൻ മാറി കൊടുത്തു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭിത്തിയിൽ ഇടിച്ച് വീണു. അത് അവിടെ സ്റ്റക്കായി. ആ ഒരു സമയം നോക്കി അവസരം മുതലാക്കി ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ജൂഹ്യോൺ ആ സോഡ് കൊണ്ടുവന്ന് നേരെ കുത്തിയിറക്കുകയാണ്. ആ ഒരു വലിയ പവർ വന്ന് അപ്പോഴേക്കും ആ സോഡ് രണ്ടായിട്ട് പൊട്ടിയിരുന്നു. അതിൽ തെറിച്ചു മാറി അവന് നേരെ വന്ന് ആ കാലിൽ വെച്ച് കടിച്ചു കൊണ്ടുപോയി. ജീവന് വേണ്ടി പോരാടുന്ന അവൻ ആ സോഡിന്റെ ബാക്കി കൊണ്ട് ഒരു കണ്ണിൽ അറ്റാക്ക് ചെയ്തു. അതും കൂടി ആയപ്പോൾ മൊത്തത്തിൽ കൺട്രോൾ വിട്ട സ്നേക്ക് കൊടുത്ത അറ്റാക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായി. തറയിൽ കൊണ്ട് ഇരുത്തി അവന് മരണവേദന കൊടുത്തു. എനിക്ക് ഇങ്ങനെ വരില്ലായിരുന്നു, ഇതിലെത്തിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. തേജുന്നോൺ എന്ന ഒരാളുമായിട്ടുള്ള ദേഷ്യത്തിൽ പറയുകയാണ്. എങ്ങനെയാണ് ജൂഹ്യൻ ഇവിടെ എത്തിയത് എന്ന് ബാക്കിയുള്ളവരൊക്കെ എന്ത് പറ്റിയെന്നൊക്കെ ഇപ്പോൾ കാണിക്കുന്നില്ല, മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് ഒന്ന് മാത്രം പറഞ്ഞ തേജുൻ എന്ന ആള് ചതിച്ചതാണ് എന്നത് മനസ്സിലായി. അവനോട് തിരിച്ചു വരുമ്പോൾ നല്ല റിവാർഡ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് വിട്ടിരുന്നത്. എന്നാൽ റിവാർഡ് മരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ താമസിച്ചു പോയി. അവൻ ആ സോഡെടുത്ത് എനിക്ക് ഇങ്ങനെയല്ല മരിക്കേണ്ടത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവന്റെ നേർക്ക് ആ സ്നേക്ക് വരുന്നു. പിന്നെ ബ്ലാങ്കൈറ്റ് ജൂഹ്യോൺ സിംഗ് 38 വയസ്സ് അങ്ങനെ തന്നെ മരിക്കാൻ പോകുന്നു. അതുകൊണ്ട് കൊള്ളാം മൈ ലോഡ്. അവൻ നോക്കി അവിടെ മുഴുവനായിട്ട് സ്റ്റണ്ണായിട്ട് നിൽക്കുവാണ്. അവന് മനസ്സിലായില്ല, നീ ആരാ, നിനക്ക് എന്താ വേണ്ടേ, അതിന് നിനക്കെന്റെ വോയിസ് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേ. നീ ഒരു റെലിക്കല്ല, ഈ സ്നേക്കിനെ ഇല്ലാതാക്കിയിട്ട് എന്നെ വെറുതെ വിട്. അതിട്ട് ചിരിച്ചുകൊണ്ട് കൊള്ളാം, അങ്ങനെയെങ്കിൽ നീ അതും കഴിഞ്ഞ് നീ സർവൈവ് ചെയ്യുമെന്നാണോ? നിന്റെ കാല് നോക്ക്. അവൻ നോക്കി ഞെട്ടിപ്പോയി. അവന്റെ 2 കാല് അതേപോലെ അതേ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ വേദന പോലെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ രസിച്ചാലും നീ എത്ര നേരം ലൈഫ് ഹോൾഡ് ചെയ്യുമെന്നാണ്. ബെസ്റ്റ് ടോം റൈഡർ, വളരെയധികം ടാലന്റ്, എന്നാൽ ജനിച്ചത് തെറ്റായ ഹെറയിലും അല്ലെങ്കിൽ കാലഘട്ടത്തിൽ സഫർ മാത്രമായിട്ട് ഇപ്പോൾ മരിക്കാൻ പോകുന്നു. ആകെയുള്ളത് കുറച്ച് ട്രിക്സ്. എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി കളിയാക്കുവാണോ? തേജുന്നോ നിന്നെ ഇല്ലാതാക്കും ഉറപ്പായും എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. പിന്നെയും ചിരിച്ചുകൊണ്ട് കൊള്ളാം, അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ ലൈറ്റ് അങ്ങോട്ട് വോയിസിൽ പറഞ്ഞ ആൾ വരുന്നു. എന്നാൽ അതൊരു ക്രൗ ആയിരുന്നു. കാക്ക, അതിന് 4 കണ്ണുകളാണ് ഉണ്ടായിരുന്നത്. നിനക്കൊരു ചാൻസ് തരാം, പോയി ആ ട്രൂ കിങ്ങിന്റെ ത്രോണ് അതെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെലിക്കിന്റെ പവർ യൂസ് ചെയ്യുന്നു. അവന് നഷ്ടമായ കാലി എല്ലാം വരികയാണ്, ചെരുപ്പ് ഉൾപ്പെടെ. പിന്നെ കണ്ണു തുറക്കുമ്പോൾ വേറെ എവിടെയോ ഇരിക്കുകയാണ്. എന്നാൽ അവൻ ആദ്യം മനസ്സിലായില്ല, ട്രൂ കിങ്ങിന്റെ ത്രോണോ ഞാൻ എങ്ങനെ എടുക്കാനാണ്? ആ ഈക്കിള് അല്ലല്ലോ, അത് ക്രൗ അല്ലേ. അതുകൊണ്ട് ഹീറോ ഗ്രേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗോഡ് ഗ്രേഡ് റെലിക്ക്. അപ്പോഴാണ് അവന് കാലുള്ളത് മനസ്സിലായ. ഇതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ ഉള്ളത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, ഇത് ഇലൂഷനാണോ ഹാലുസിനേഷൻ ആണോ എന്നൊക്കെ. ആ പോലീസുകാർ ഓരോന്ന് ചോദിക്കുന്നു, ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഉത്തരം പറയുന്നില്ല. നിന്റെ പേരെന്താ, എന്തെങ്കിലും പറടാ, കുറച്ച് ബ്രേക്ക് എടുക്കാൻ. ന്യൂ ഇയർ ആയിട്ട് ഫസ്റ്റ് ഡേ എങ്കിലും വീട്ടിൽ പോകാൻ പറ്റൂല. 2025 ഒരു വേസ്റ്റ് ഡേ ആകുമോ, വർഷമാകുമോ? അത് കേട്ട് 2025 അപ്പോഴാണ് അവൻ വന്നിരിക്കുന്നത് 15 വർഷങ്ങൾക്ക് മുൻപിലാണ്. പിറയിലാണ്. ഞാൻ റെയിൻകർണേറ്റഡ് ആയോ? അല്ലല്ലോ, ഇത് 15 വർഷം മുൻപല്ലേ. അവനൊരു പവർഫുൾ റെലിക്ക് അത് യൂസ് ചെയ്ത് ടൈം ട്രാവൽ പോലെ ബാക്കിലേക്ക് എത്തിച്ചതാണ്. അവനോട് അവിടെ ഒരു സ്ത്രീ നീ എന്താ ഉത്തരം പറയത്തെ എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് എന്നിട്ട് ചാടുന്നുണ്ട്. ഇവരെന്നെ എവിടെയോ. അപ്പോഴാണ് അടുത്തിരിക്കുന്ന പയ്യന് ഓർമ്മ വന്നു, അവനായിട്ടൊരു പ്രശ്നമുണ്ടായി. അവനാണ് ആദ്യം അടിച്ച ആ പ്രശ്നമാണ് അന്ന് ഞാൻ സോൾവ് ചെയ്തത്. തെറ്റ് അവന്റെ ഭാഗത്താണെങ്കിലും കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസ കൊടുത്ത മുട്ടിലിരുത്തി മാപ്പ് പറഞ്ഞാണ്. കാരണം അവന് ധൈര്യമില്ലായിരുന്നു, ആരും കൂടെ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, അവന് ധൈര്യമുണ്ട്, പൈസ ഇല്ല. അവർ പിന്നെയും പറഞ്ഞ് അവൻ അടിക്കാൻ വന്നത് അത് ബ്ലോക്ക് ചെയ്ത് അവര് ഷോക്ക് മിണ്ടാതിരുന്നു. അവനാണ് ആദ്യം എന്ന് അറ്റാക്ക് ചെയ്ത് അടിച്ചത്. പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് മെക്കിട്ട് കയറാൻ വരരുത്. അത് കേട്ടിട്ട് അവനും ചാടി വന്ന് കാല വരെ നിലത്തടിച്ച്. അവളാണ് അവന്റെ ബോഡി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവന്റെ 15 വർഷമുള്ള ഫൈറ്റിംഗ് സ്കില്ലെല്ലാം അവൻ ഇപ്പോഴും ഉണ്ട്. നീ ഒരു വലിയ തെറ്റ് ചെയ്തു. അപ്പോഴാണ് അവനും ഇതൊരു പോലീസ് സ്റ്റേഷനാണ് എന്നത് ഓർക്കുന്നേ. പിന്നെന്താ, സെല്ലിലിട്ടു. എന്നാൽ ആ സ്ത്രീ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അവന് മനസ്സിലായി ഇതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ തീരും. കാരണം 2025 മാസീവായ
എർത്ത് ഭൂമിയിലൊക്കെ ഉണ്ടാകും. ഒരുപാട് ടോംബ് പുറത്തു വരാം. അതിനുള്ളിൽ റെലിക്ക് പോലെയുള്ള മിത്ത് ഫോൾട്ടൈല് എല്ലാം ഉണ്ടായിരിക്കും. ഒരുപാട് പേർക്ക് പവർ കിട്ടും. ആർക്കാണോ റെലിക്ക് കിട്ടുന്നത് അവർക്ക് സം കൈൻഡ് ഓഫ് എബിലിറ്റീസും ഉണ്ടാകും. ചില റെലിക്ക് വളരെയധികം പവർഫുൾ ആണ്, കൺട്രോൾ ചെയ്യാൻ നോക്കും. എങ്കിലും മറ്റു ചിലത് നോർമൽ പോലെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും അതിനായിട്ട് തിരഞ്ഞ് അവന് വന്ന് കിട്ടിയിരുന്നു ആർക്കിയോളജിസ്റ്റിക് റെലിക്ക്. അവന് ടോംബിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ ഒന്നാണ് കിട്ടിയത്. ലൈഫ് മുന്നോട്ട് പോകാനുള്ള വഴി എന്ന TKVM എന്നൊരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവിടെ ഉള്ള എല്ലാ ടോമിന്റെ റൈറ്റ് വാങ്ങിച്ചിരുന്നു. ആരെയും കടത്തിവിടുന്നില്ല. ഒരുത്തൻ ദേഷ്യം വന്ന് പറയുക ഗണ്ണ് അടിച്ചിട്ട് മര്യാദയ്ക്കാന്ന് പറയുന്നത് പൊയ്ക്കോ. അവിടെയാണ് എല്ലാത്തിന്റെ തുടക്കം. തേജനോൺ അയാളാണ് TKVMന്റെ ചെയർമാൻ. അവൻ പോയി ജോലിക്ക് ചേർന്നു. അവന്റെ ടാലന്റ് അത് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് വേണ്ടി ഓരോ തെറ്റായ കാര്യങ്ങളെ ചെയ്യിപ്പിച്ചു. സ്മഗ്ലിങ്, തീഫ്, സ്പൈ, അതുപോലെ ടോം റൈഡ്. ഗവൺമെന്റ് പോലും തടഞ്ഞു വെച്ച ടോംബുകളിൽ നിന്ന് റെലിക്ക് മോഷ്ടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അയാൾ അങ്ങനെ ഒരുപാട് സമ്പാദിച്ചു. അതുപോലെ ഞാൻ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി. അവിടെ ഉള്ള ആർക്കും ഇവന് ഇഷ്ടമല്ല. കാരണം അവന്റെ ടാലന്റ്. നീ അധിക നാള് ഉണ്ടാകില്ല. ആ ചെയർമാനിൽ ഇല്ലെങ്കിൽ നീ ഒന്നുമല്ല. ഞാൻ അയാളുടെ ഒരു ഡോഗായിട്ടാണ് അവർ കണ്ട് എല്ലാ ഇൻസൾട്ട് എന്നെ ഏറ്റു വാങ്ങിച്ചിരുന്നു. എന്ന അവസാനം ക്യാപ്റ്റൻ ഇത് ട്രാപ്പാണ് എന്ന് പറയുന്ന ഒരാളുടെ വോയിസ് ആണ് കേൾപ്പിച്ച് അവനും പിന്നെ അറിയിലേക്ക് ഇവിടെ വന്ന നിയമം പോലും ഇല്ലാത്ത ഒരു ലോകമായി മാറും. അവൻ ഇപ്പോഴാ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കുക. പെട്ടെന്നാണ് അവന്റെ മുൻപിൽ ഒരുപാട് ലെപ്റ്റേഴ്സ് എയറിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മാച്ചളയാൻ നോക്കുന്നു. പോണില്ല. ടോം റൈഡർ ജൂഹ്യം നിനക്കൊരു ശവല് പോലും പിടിക്കാറുണ്ടോ? ഇവിടെ കാക്കെ ഒളിച്ചിക്കാതെ പുറത്തു പാടാ കളിയാക്കാതെ. അവളാണ് ഒരു സ്റ്റാറ്റസ് ബാർ, ഒരു വിൻഡോ, സ്കൈ എഫ് റാങ്ക് ആണ്, ഒരു സ്കില്ല് അൺലോക്കായി എന്തോ കാര്യം ചെയ്തപ്പോൾ എന്നെ ഒരു ഗെയിമായിട്ട് നീ കാണുന്നു എന്ന് പറഞ്ഞ ദേഷ്യം. അടുത്ത ഒരു പോപ്പപ്പ് 4 സ്കില്ല് അൺലോക്ക് ആക്കിയ അവന് ഹിഡൻ സ്കില്ലുകൾ കിട്ടും. അത് യൂസ് ചെയ്ത് ബെസ്റ്റ് ടോം റൈഡർ ആകാൻ പറ്റും എന്നായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ഒരാൾ വന്ന് അവനെ കൊണ്ടുപോകാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവന് മാത്രമേ ആ സ്ക്രീൻ അത് കാണാൻ കഴിയൂ എന്ന് ഇപ്പോൾ മനസ്സിലായി. അതിലെ ഫസ്റ്റ് എബിലിറ്റി 1 മീറ്ററിനുള്ളിൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവന് കാണാൻ പറ്റുന്നുണ്ട്. ആ റെലിക്കിന്റെ പവറാണ്. ആ റെലിക്ക് പോയെങ്കിലും അതിന്റെ പവർ അവനുണ്ട്. ക്രൗന് ഇതെല്ലാം തന്നതാണോ എന്ന ഡൗട്ടും ഉണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് കാണാൻ വന്ന ആളെ കാണിക്കുന്നത്. അവനെ കൊണ്ട് പുറത്തിറങ്ങി അയാളുടെ പേര് കിം എന്ന് പറയാം. ഡിറ്റക്റ്റീവ് ആണ്. അയാളോട് നന്ദി പറയുക. നീ നന്ദിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇങ്ങനെ ഒന്നൊക്കെ ആദ്യമായിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിയാക്കാണ്. അവന് മനസ്സിലായി ഞാൻ ഒന്ന് ചെയ്തതിലേക്ക് കൂടി ഇയാൾ എന്നെ ഒന്ന് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ നല്ല യങ്ങായിട്ടാണുള്ളത്. അവിടുന്ന് പിന്നെ പോവാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പോയി എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് നടന്നു. ലൈക്ക് പോസസ് ആയതോ എന്തെങ്കിലും സൂപ്പർ പവർ എന്ന സൈക്കിക് പവർ ആണെന്ന് ഉദ്ദേശിക്കുന്നേ. എന്റെ വൈഫിന് അങ്ങനെ തോന്നുന്നു. കാരണം ഞാൻ എന്തൊളിപ്പിച്ചാൽ അവൾ എങ്ങനെ കണ്ടുപിടിക്കൂടോ. അവന് മനസ്സിലായി അപ്പൊ ആ റെലിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നത് മനസ്സിലായി. അവരങ്ങനെ ബൈ ബൈ പറഞ്ഞ് പോകുന്നു. ടോംബ് വന്ന റെലിക്കിനെ പറ്റി അധികം ആർക്കും അറിയില്ല. ഇതാണ് പെർഫെക്റ്റ് ചാൻസ്. എന്നാ പൈസ ഇല്ലല്ലോ. കൂടുതൽ യൂറോപ്പ്, അമേരിക്ക അങ്ങനെയുള്ള സ്ഥലത്താണ് വരുന്നത്. അവനെല്ലാം പിടിക്കാൻ പറ്റും. കാരണം ഫ്യൂച്ചർ അറിയാലോ എന്ന് പറഞ്ഞ തിരികെ കുറച്ച് പേര് അവനെ നന്നായിട്ട് അറിയാം എന്ന പോലെ അടിപൊളി പൈസ വന്ന വഴിയേ. ഇവന്റെ പേരാണ് പാർക്ക്. ലോക്കൽ കുണ്ടിയാണ്. അവനൊരു ഓൾഡർ സിസ്റ്ററും കൂടിയുണ്ട്. സ്മാൾ ഗാലറി നടത്തുന്നുണ്ട്. അവന് പൈസയ്ക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്തിരുന്നു. എന്ന ഒരു പട്ടിയെ പോലെ നോക്കി വന്നിട്ട് അവരെ അങ്ങനെയാണ് നോക്കിയത്. എന്താടാ ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞ് ഒരുത്തം വരുന്നു. കുടുത്തു അവനൊരെണ്ണം. അവനവിടെ വീണു. അവര് ചോക്ക്. എന്നിട്ട് അവരോട് നിന്റെ ബോസിനോട് പറഞ്ഞേക്കേ ഞാൻ റിസൈൻ ചെയ്തു, എനിക്ക് തരാനുള്ള മുഴുവൻ പൈസ തന്നേക്കേ. എന്നാ പാർക്കാകട്ടെ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് അവന്റെ നിന്ന് പോത്തിരെ കിട്ടി വാങ്ങി. അവർക്ക് മനസ്സിലാവില്ല ഇവ എങ്ങനെയാണ് ഇത്ര പവർഫുൾ ആയെന്ന്. അവന്റെ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ടെന്ന് അവനും മനസ്സിലായി. പാർക്കാകട്ടെ ഒരു സോഡ് എടുത്ത് നിൽക്കുന്നു. അതേസമയത്ത് മറ്റേ 3 ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ പോയി അവർക്കും കിട്ടിയിരുന്നു. അത് കണ്ടിട്ട് റെലിക്കാണല്ലോ ഇങ്ങനെ എങ്ങനെ വന്നു എന്നാലോചിക്കുമ്പോൾ ചില റെലിക്ക് പല ആൾക്കാരുടെ കയ്യിലും ഉണ്ട്. എന്നാൽ അവർക്കറിയില്ല അത് റെലിക്കാണെന്ന്, അതിന് പവർ ഉണ്ടെന്നും. ഇനി മുതലേ അത് എൻ്റെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ കാണാം അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.